ക്രിസ്തോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഇത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ സകല ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളുടെയും പത്രാധിപന്മാർ ഈ സംഘടനയിൽ അംഗമാണ്. കേരളത്തിൽ പത്രാധിപന്മാരുടെ ഒരു രജിസ്റ്റേർഡ്, ക്രൈസ്തവ പത്രാധിപന്മാരുടെ ഒരു രജിസ്റ്റേർഡ് സംഘടന എന്ന നിലയിൽ ഇത് മാത്രമേ നിലവിലുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപന്മാർക്ക് സഭാവ്യത്യാസം ഇല്ലാതെ ഒരുമിച്ച് കൂടി വന്ന് തങ്ങളുടെ പ്രശ്നങ്ങളും ഷെയർ ചെയ്യുവാനും പുതിയ ഉൾക്കാഴ്ചയോടുകൂടി പ്രസിദ്ധീകരണങ്ങൾ നടത്തുവാനും സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് എഡിറ്റേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് സൊസൈറ്റി. ആധുനിക ടെക്നോളജിയുടെ യുഗത്തിൽ കാലത്തിനനുസരിച്ച് പ്രസിദ്ധീകരണങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, കാലത്തിൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പത്രാധിപ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ 88 പ്രസിദ്ധീകരണങ്ങളും ഈ പത്രാധിപ സമിതിയുടെ അംഗങ്ങളാണ്. എല്ലാ 3 മാസങ്ങളോടും നമ്മൾ വിവിധ മേഖലകളിൽ സഭാ നേതാക്കന്മാരുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് കൂടി വരികയാണ്. കഴിഞ്ഞ വർഷം തോമസ് കെ തിരുമേനിയുടെ ആതിഥേയത്തെ സ്വീകരിച്ചുകൊണ്ട് CSI മധ്യവർഗ മഹായുടെ ഓഫീസിൽ ബിഷപ്പ് ഹൗസിൽ നമ്മൾ കൂടുകയുണ്ടായി. അതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദേവലോക തലമുറയും കാതോലിക് ബാബ തിരുമേനിയുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് കൂടി. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് കാതോലിക് ബിഷപ്പ് മാത്യു മൂലക്കട്ട തിരുമേനിയുടെ ആതിഥേയത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ആണ്, ആധുനിക തലമുറയെ കൂടുതൽ പ്രസക്തമായ ക്രൈസ്തവ സാക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പ്രസ്ഥാനം ഈ സംഘടന പ്രവർത്തിച്ചത്. ഇന്ന് ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ഫാദർ പോൾ തേരക്കാട്ടച്ഛനാണ്. ഈ പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ അച്ഛനാണ് എൻ്റെ പ്രസിഡന്റ്. കത്തോലിക്ക സീറോ മലബാർ സഭയുടെ സ്പോക്സ് പേഴ്സണാണ്. ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ അച്ഛനെ എല്ലാവരും TV ഒരു പ്രാവശ്യമെങ്കിലും വൈകുന്നേരം പുറം കാണാതിരിക്കത്തില്ല. സഭകളുടെ കത്തോലിക്ക സഭകളുടെ ഒരു സ്പോക്സ് പേഴ്സണായിട്ട് ഇന്നും അച്ഛനെ നമ്മൾ കാണാറുള്ളതാണ്. ഇന്ന് അച്ഛനാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ്. ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്ന പോൾ തേരക്കാട്ടച്ഛനെ നിങ്ങളുടെ എല്ലാ നാമത്തിലും ഹാർദവുമായി സ്വാഗതം ചെയ്യും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കാത്തലിക് ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പിതാവാണ്. എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളോടെല്ലാം എപ്പോഴും സഹകരിക്കുകയും പ്രതിനിധികളെ എല്ലാ പരിപാടികൾക്കും വിട്ടുതരികയും ചെയ്യുന്ന ഒരു പിതാവാണ് മൂലക്കാട്ട് പിതാവ്. ഈ പത്രാധിപന്മാരുടെ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിതാവ് ഫ്രീ ആയിട്ടുള്ള ഏത് ദിവസവും നടത്താമെന്ന് പറഞ്ഞു. പിതാവ് ഇന്ന് ഫ്രീ ആണെന്ന് അറിയിച്ചു. ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചു. അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പിതാവ് തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്ന് പിതാവിനോട് ഞങ്ങൾക്ക് ഈ സമ്മേളനം ഹോസ്റ്റ് ചെയ്യുന്നതിൽ നന്ദിയുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ സമ്മതിച്ചതിൽ സന്തോഷമുണ്ട്. പിതാവിനെ നിങ്ങളുടെ എല്ലാ പേരും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. CSI സഭയുടെ ബിഷപ്പാണ് തോമസ് കെ തിരുമേനി. അടുത്ത കാലത്ത് അനവധി പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും കൊണ്ട് ജനശ്രദ്ധ നേടിയ തിരുമേനിയാണ് തോമസ് കെ തിരുമേനി. ചുരുക്കോടുകൂടി സഭയെ നയിക്കുകയും പല പ്രോഗ്രാമുകളിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന തിരുമേനി ഇന്ന് ഈ മീറ്റിംഗിൽ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിരുമേനി നിങ്ങളുടെ എല്ലാം പേരും ഞാൻ ഹാർദവുമായി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തോമസ് മാത്യു സാറ് സംഘടനയുടെ തുടക്കം മുതലേ ഈ പ്രസ്ഥാനത്തിന് ഇപ്പോഴും ഉണ്ട്. വൈസ് പ്രസിഡന്റാണ് ഈ സംഘടനയിൽ. ഒരു സ്വാധീനാണ്, ഒരു എഴുത്തുകാരനാണ്, സാഹിത്യ സാംസ്കാരിക മേഖലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. സാറിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗിൽ മുഖ്യ സന്ദേശം നൽകാൻ ആരെ ക്ഷണിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ റോയ് പോളിൻ്റെ പേരാണ് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രാധാന്യവും പ്രസക്തിയും നമ്മൾ ശരിയായി മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് ആശയവിനിമയ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം.
അവിടെ പ്രിന്റ് മീഡിയയ്ക്കുള്ള സ്വാധീനം വ്യത്യസ്തമാണ്. അതിൻ്റെ സ്വാധീനങ്ങൾ കൂടി കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. ആ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ പത്രാധിപന്മാരെ ഒന്നിച്ചുകൂടി തങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലദായകമാക്കുവാനുമായിട്ടുള്ള ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരമുള്ള ഒരു സമ്മേളനം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ക്രൈസ്തവർ എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വിഷമമുള്ള കാര്യമാണ് എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് തന്നെ തൻ്റെ ജീവിതത്തിൽ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നതിൻ്റെ ഫലങ്ങൾ നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ സഭയുടെ ചരിത്രം എടുത്താൽ നമുക്ക് കാണുവാൻ സാധിക്കും സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. എന്നാൽ അതേസമയം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ ഒരിക്കലും അന്തിമമായി പരാജയപ്പെടുന്നില്ല എന്നുള്ള ഒരു വലിയ ബോധ്യവും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ്, ശക്തി പകരുന്നതാണ്. ഇന്ന് ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ, വളരെയേറെ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കാലത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഈ പ്രസിദ്ധീകരണങ്ങളെ ആധുനീകരിക്കുവാനും ജനങ്ങളുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വായനക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുവാനുമുള്ള പ്രത്യേകമായ പരിശ്രമം കൂടുതലായി ഉണ്ടാകേണ്ടത് എത്രമാത്രം ആവശ്യമാണ് എന്ന് പത്രാധിപരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കും. കാരണം ഇന്ന് ആളുകൾ മറ്റ് അനേകം മാധ്യമങ്ങളിലേക്ക് പോകുന്നുണ്ട്. വിവരങ്ങൾ അറിയുവാനും സംഭവങ്ങൾ ദർശിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഒക്കെ ആയിട്ട് അനേകം മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും ഈ പ്രിന്റ് മീഡിയയുമായിട്ട് നമ്മൾ ജനത്തെ സമീപിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് കിട്ടുന്ന വിവരങ്ങൾ, അവരറിയുന്ന കാര്യങ്ങൾ അതിനോടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തുവാനും വിശകലനം ചെയ്യുവാനും ഒക്കെ സ്വാഭാവികമായിട്ടും ഒരു പ്രേരണ അവരിലുണ്ടാകും. ഈ പശ്ചാത്തലത്തിൽ എപ്രകാരം നമുക്ക് ആളുകളുടെ ഈ വായനാ താല്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സാക്ഷ്യം ഫലവത്താക്കാൻ സാധിക്കും എന്നുള്ളത് ഗൗരവപൂർണമായിട്ട് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ഇന്ന് പ്രത്യേകിച്ചും മാധ്യമങ്ങൾ ജനങ്ങൾക്ക് ഇമ്പമുള്ള കാര്യങ്ങൾ പറയുവാനും അറിയിക്കുവാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ കാരണം നമുക്കറിയാം, ഇത് ഒരു വലിയ ഒരു ബിസിനസ് മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഈ സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് സത്യത്തിന്റെ വചനം അറിയിക്കുവാനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനുമുള്ള പരിശ്രമത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി ഉപകാരപ്രദമായ രീതിയിൽ ഗുണകരമായി അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഈ പ്രിന്റ് മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിലനിൽക്കുന്ന ഒരു പ്രവർത്തന ശൈലിയിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. തീർച്ചയായും ഇന്റർനെറ്റിലും അതുപോലെയുള്ള സംവിധാനങ്ങളിലുമൊക്കെ ആളുകൾ വാർത്തകൾ പരതുകയും കാര്യങ്ങൾ വായിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴും പ്രിന്റ് മീഡിയയ്ക്ക് അതിൻ്റെതായ ഒരു പ്രത്യേക സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ വളരെയേറെ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളിൽ പോലും പ്രിന്റ് മീഡിയ അധികം പിന്നോക്കം പോയിട്ടില്ല എന്നുള്ളത് ഈ മീഡിയയ്ക്ക് ജനങ്ങളുടെ മധ്യത്തിലുള്ള സ്വാധീനത്തെ എടുത്തു കാണിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രസക്തി ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി അതേസമയം നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പിന്തള്ളപ്പെടാതെ അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് നന്മയുടെയും സത്യത്തിന്റെയും പ്രകാശകിരണങ്ങൾ കൊടുക്കുവാനുള്ള ചുമതല നാം ഏറ്റെടുക്കുകയും ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ദുഷ്കരമാണെങ്കിലും ഏറെ ഫലദായകമായ ഒരു പ്രവൃത്തിയാണ് എന്നാണ് എനിക്ക് പറയുവാൻ സാധിക്കുന്നത്. മറ്റൊന്നുള്ളത് സെൻസേഷണലിസം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകളുടെ ക്യൂരിയോസിറ്റിയെ വളരെയേറെ പെട്ടെന്ന് ഉണർത്താൻ സാധിക്കുന്ന രീതിയിൽ വാർത്തകളും അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ പുറത്തു വരുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ നന്മയെ തൊട്ടുണർത്തുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും പ്രത്യാശയുടെ ഒരു ചക്രവാളം സൃഷ്ടിക്കുവാനും നമുക്ക് വലിയ ഒരു ചുമതലയും സാധ്യതയുമുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ കൂടുന്ന ധാരാളം പ്രസിദ്ധീകരണങ്ങളെ എടുത്ത് നമ്മൾ നോക്കിയാൽ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആളുകളുടെ ഈ ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുവാൻ സഹായകമായ പലതുമുണ്ട് എങ്കിലും എന്തുമാത്രം നന്മയിലേക്ക് ആളുകളെ കൈപിടിച്ച് നടത്തുവാൻ അവ സഹായിക്കുന്നു
സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് എന്തുമാത്രം സാധിക്കുന്നു. പത്രങ്ങൾ എടുക്കുമ്പോൾ ധാരാളം വാർത്തകളുണ്ട് പലതരത്തിൽ, അല്ലെങ്കിൽ മാസികകൾ വരുമ്പോൾ അത് പലതരത്തിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതിപാദന രീതികളിലൂടെ മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്ന എന്ത് മൂല്യങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ്, മനോഭാവങ്ങളാണ് രൂപപ്പെടുത്തുവാൻ സാധിക്കുക എന്നുള്ളത് പത്രാധിപർ എന്നുള്ള നിലയിൽ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അച്ചടിച്ച് ആളുകളുടെ കൈകളിൽ എത്തിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, അവരിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്, അവരുണ്ടാക്കുന്ന മനോഭാവങ്ങൾ എന്തൊക്കെയാണ്, അവരുണ്ടാക്കുന്ന കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. തീർച്ചയായും വളരെ ഗൗരവമായ, വളരെ തിരക്ക് പിടിച്ച ഒരു ജോലിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. എങ്കിലും നാം കൊടുക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിലൂടെ സമൂഹത്തെ നന്മയുടെ പാതയിലേക്ക് ഒരു പടിയെങ്കിലും വളർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രസിദ്ധീകരണത്തിന്റെ ലക്ഷ്യം അത് പ്രാപിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഔട്ട്സൈഡർ എന്ന് എനിക്ക് എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ റിപ്പുവാൻ നിങ്ങളെ പോലെ കിടന്നുറങ്ങി പെട്ടെന്ന് എഴുന്നേറ്റ് തന്നെയാണെന്നില്ല. എല്ലാ വർഷവും ഒരിക്കലെങ്കിലും അവസാനത്തെ 10 വർഷങ്ങളിൽ 3-4 പ്രാവശ്യം സ്വന്തം കാര്യത്തിനാണെങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾക്കാണെങ്കിലും കേരളത്തിൽ വരുവാനും നമ്മുടെ പ്രധാനപ്പെട്ട പല ആളുകളുമായിട്ട് ഇടപെടുവാനും ഇവിടുത്തെ സാമൂഹ്യ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് നിരീക്ഷിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു തികച്ചും ഇക്കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതേസമയത്ത് പുറത്തു നിന്ന് വന്ന് നമ്മളോടൊക്കെ പ്രസംഗിക്കുന്ന പല പ്രവാസികൾക്കും ഒരു രോഗമുണ്ട്. പുറത്തുള്ള എക്സ്പോഷർ കിട്ടിയവർക്ക് മാത്രമാണ് വലിയ അറിവുള്ളത്. നാട്ടിൽ ജീവിക്കുന്നവർക്കും നാട്ടിൽ പ്രവർത്തിക്കുന്നവർക്കും വിവരം കുറവാണെന്നൊക്കെയുള്ള രീതിയിൽ പല പ്രവാസികളും വന്ന് പ്രസംഗിക്കുന്നതും പറയുന്നതും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ മുഖവരിയായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നല്ല കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 26 വർഷം ഡൽഹിയിൽ താമസിച്ച് അവിടുത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഞാൻ 2 പ്രാവശ്യം റിട്ടയർ ചെയ്ത്, 1 പ്രാവശ്യം ഗവൺമെന്റിൽ നിന്നും പിന്നീട് UPSCയിൽ നിന്നും റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അണ്ണം കഴിഞ്ഞ് തിരിച്ച് ജന്മനാട്ടിലേക്ക് പോരാൻ നേരം പലരും ചോദിച്ചു, ഡൽഹിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യാതെ എന്തിനാ നാട്ടിൽ പോകുന്നത്? അന്ന് അവരോടൊക്കെ പറഞ്ഞു, എൻ്റെ മകള് അമേരിക്കയിൽ നിന്ന് വന്ന് കോട്ടയത്ത് സ്ഥിരതാമസമാക്കിയപ്പോൾ തീരുമാനിച്ചതാണ്, വയസ്സുകാലത്ത് നിങ്ങളൊരു ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ വിളിയിലേക്ക് ആരെങ്കിലും പോയി താമസിക്കണം. പക്ഷെ വാസ്തവത്തിൽ അതിനൊക്കെ എത്രയോ മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചതാണ്, പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ പോയി ജീവിക്കണം. അത് എവിടെ വേണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ സംശയം ഉണ്ടായിരുന്നു. എറണാകുളത്ത് വേണം, തിരുവനന്തപുരത്ത് വേണം, കോട്ടയത്ത് വേണം. കോട്ടയത്ത് എൻ്റെ മകളൊന്ന് താമസമാക്കിയപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം. അങ്ങനെ വിചാരിക്കാനുള്ള കാരണം, നമുക്ക് സോമാലിയേക്കാളും മോശമായിട്ടുള്ള റോഡുകളും ഇംഗ്ലണ്ടിലെ മഴയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഹർത്താലും ബന്ധമൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ സമൂഹം മറ്റ് പല സ്ഥലങ്ങളുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹ്യൂമെയിൻ ആൻഡ് സിവിലൈസ്ഡ് സൊസൈറ്റി ആണെന്നാണ് എനിക്ക് ബോധ്യം. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നതിന് അതിൻ്റെതായ സുഖമുണ്ട്. സ്വന്തം ആരുമില്ലെങ്കിൽ അതുകൊണ്ടാണ് പല ആളുകളും പുറത്തുനിന്നുള്ളവർ പോലും ഇവിടെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതായിട്ട് പല കഥകൾ കേട്ടിട്ടുണ്ട്. ക്രൈസ്തവ പത്രാധിപരുടെ ഈ സമ്മേളനം നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കൂട്ടായി ചിന്തിക്കുന്ന
കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിപ്പാനുള്ള പുനഃപ്രതിഷ്ഠയുടെ ഒരു സമയമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എക്കാലത്തെക്കാട്ടിലും ഇന്ന് ഒത്തിരിയധികം പ്രസിദ്ധീകരണങ്ങൾ ഉള്ള കാലഘട്ടം. ഈ പ്രസിദ്ധീകരണങ്ങളിൽ അധികം പേർക്കും അവരവർ പ്രതിനിധാനം ചെയ്യുന്ന സഭയോ സംഘടനയോ പ്രസ്ഥാനങ്ങളെയോ നിലനിർത്തുവാനായിട്ട് ഉള്ള തത്രപ്പാടില്ല. അതിൽ ഞാൻ തെറ്റ് പൂർണ്ണമായി കാണുന്നില്ല. കാരണം ഒരു മാസികയോ ഒരു പത്രമോ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഉദ്ദേശം അവരെന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു അത് നിലനിർത്തുക, അത് ലാഭകരമായി നടത്തുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ മനസ്സിൽ ഒരു പൊതു സമൂഹത്തിന് സ്വതന്ത്രമായി വായിക്കാവുന്ന പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണം കുറയുന്ന ഒരു കാലഘട്ടമാണ്. പൊതുസമൂഹം വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പൊതുസമൂഹത്തെയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ മൂല്യ അധിഷ്ഠിതമായ കാര്യങ്ങളിലേക്ക് പ്രാപ്തമാക്കുന്നത്. മുലക്കാട്ട് പിതാവും റോഹിത് സാറും ഒക്കെ പറഞ്ഞതല്ല. എന്തുകൊണ്ടാണ് മറ്റ് എഴുത്തുകാരിൽ നിന്ന് ക്രൈസ്തവ എഴുത്തുകാരായിട്ടുള്ള നമ്മൾ ഒരുമിച്ച് കൂടേണ്ട സാഹചര്യം? ഇപ്പോൾ ക്രൈസ്തവേതര എഴുത്തുകളും പ്രസ്ഥാനങ്ങളും പ്രസിദ്ധീകരണങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഈ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു തലമായിട്ടാണ് ക്രൈസ്തവ പത്രാധിപ സമിതി, പത്രാധിപ അംഗങ്ങൾ പ്രസിദ്ധീകരണം. വാസ്തവത്തിൽ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു ആകത്തുക എന്ന് പറയുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾക്ക് അതിനെ നിർവചിച്ചുകൊണ്ട് പുനഃരൂപം നൽകുവാനുള്ള കഴിവാണ് ക്രൈസ്തവ പത്ര സമിതികൾ, പത്രപ്രവർത്തകരെ ഏറ്റെടുക്കുന്നത്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരിയധികം കാര്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ വളരെ നേർരേഖയിൽ നേർക്കാഴ്ചയിൽ കണ്ട് നിർവചിക്കേണ്ട ഉത്തരവാദിത്വവും അത് അന്യരിലേക്ക് പകർത്തേണ്ട ഉത്തരവാദിത്വമാണ് ക്രൈസ്തവ പത്രാധിപ സമിതിക്കുള്ളത്.